ബുക്കിംഗ് ഫീസ് അടക്കം 265 രൂപയാണ് ടിക്കറ്റിന് വരുന്നതെന്നുണ്ടെങ്കിലും ദ റൈഡ് എന്ന് പറയുന്ന ഈ സിനിമ ഞാൻ കണ്ടത് 123 രൂപ ബുക്കിംഗ് ഫീസ് അടക്കം മുടക്കിയാണ്. അതെങ്ങനെയെന്നുള്ളത് പി വി ആർ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. പി വി ആർ പാസ്പോർട്ടിനെ കുറിച്ച് ഞാൻ പല വീഡിയോകളിലായിട്ട് ഞാൻ മെൻഷൻ ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. ദ റൈഡ് എന്ന് പറയുന്ന ഈ സിനിമ ഞാൻ കണ്ടത് ഇലക്ഷൻ ഡേയുടെ അന്നായിരുന്നു. ഇലക്ഷൻ ഡേയിൽ പി വി ആർ ഫോറം മോളിലാണ് ഞാൻ ഈ പടം കണ്ടത്. അതിനെക്കുറിച്ച് ഈ പടം കണ്ടതിനെക്കുറിച്ചുള്ള അനുഭവത്തെക്കുറിച്ച് ഞാൻ അവസാനം പറയാം. അതിന് മുമ്പ് ഈ സിനിമയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ദ റൈഡ് നമ്മൾ സോ പോലുള്ള കുറേ ത്രില്ലേഴ്സ് കണ്ടിട്ടുണ്ടാകും. ഒരു കൂട്ടം ആളുകൾ ഒരു റൂമിൽ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഡെഡ്ലി ഗെയിം കൊടുക്കുക. അപ്പോൾ അപകടകരമായിട്ടുള്ള ഈ ഗെയിമിന് അതിൻ്റേതായിട്ടുള്ള റൂൾസ് ഉണ്ടാവും. ഈ റൂൾസ് അനുസരിക്കാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ കൊല്ലപ്പെടും. അപ്പോൾ ഈ ഗെയിമെല്ലാം കളിച്ചതിൽ നിന്ന് ആരാണ് പുറത്തേക്ക് കിടക്കുന്നത്, അയാൾ വിന്നർ എന്നുള്ള രീതിയിലുള്ള ഈ ഡെഡ്ലി ഗെയിംസ് ഈ ടെംപ്ലേറ്റിൽ വന്നിരിക്കുന്ന ഒരുപാട് സിനിമകളൊക്കെ ഉണ്ട്. ഇംഗ്ലീഷിലും അല്ലാത്ത ഭാഷയിലൊക്കെ. പക്ഷേ മലയാളത്തിൽ ഇങ്ങനെ അധികം വന്നിട്ടില്ല. അപ്പോൾ ദ റൈഡ് എന്ന് പറയുന്ന ഈ സിനിമയുടെ മെയിൻ സംഭവം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു 3 സ്ത്രീകൾ 3 പുരുഷന്മാർ, അതിൽ അവരൊരു ഷെയർഡ് ക്യാബിൽ സഞ്ചരിക്കുന്നവരായിരിക്കും. അതിൽ ഡ്രൈവർ അടക്കം ഈ 6 പേരെയും ഒരാൾ തട്ടിക്കൊണ്ടുപോയി ഒരു റൂമിലിടുന്നു. അതിനുള്ള ഡെഡ്ലി ഗെയിംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ സിനിമയുടെ കഥ പോകുന്നത്. അപ്പോൾ ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള ഋതേഷ് മേനോൻ്റെ കൂടെ ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്ന ആൾ സുഹാസ് ഷെട്ടിയാണ്. അപ്പോൾ ഇവരെഴുതിയിരിക്കുന്ന തിരക്കഥയുടെ അതിന് തുടക്കമൊക്കെ കാണുമ്പോൾ നമുക്കതൊരു എന്തെങ്കിലുമൊക്കെ ഒരു പുതുമയുള്ള സംഗതിയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിലും അത് മലയാളത്തിൽ പുതുമയാണല്ലോ. കാര്യം മലയാളത്തിൽ ഇതുപോലുള്ള സിനിമകൾ അധികം വന്നിട്ടില്ല. അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും പിന്നീട് ഇത് സ്ഥിരം സംഭവങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സിനിമയുടെ പാക്കേജിങ്. അതായത് ഇതിൻ്റെ തുടക്കത്തിൽ ഒരു 10 മിനിറ്റ് കാണിക്കുന്നുണ്ട്, പിന്നീടാണ് പ്രധാന സംഭവങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ തുടക്കത്തിൽ കാണിക്കുന്ന ഈ 10 മിനിറ്റ് ഉണ്ടല്ലോ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും ഇത് എന്തായിരിക്കും, എങ്ങോട്ടേക്കാണ് ഇവർ പോകാൻ പോകുന്നതെന്നുള്ള ഈ ഒരു പ്രശ്നമാണ് ഈ സിനിമയ്ക്ക് പ്രധാനമായിട്ടുള്ളത്. പിന്നെ പടത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നൊരു ഒരു റീസൺ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ പറയുന്ന ആ സീക്വൻസും കാര്യങ്ങളും വരുമ്പോൾ അതിനൊരു ഇമോഷണൽ വെയിറ്റേജോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഒരു നിർവികാര ഫീലാണ്. പിന്നെ മെയിൻ ആ ഒരു സസ്പെൻസും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനത്ത് ഒരു 20 മിനിറ്റോളം നല്ല പക്കയായിട്ട് സ്പൂൺ ഫീഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കണം, എക്കോ പോലുള്ള സിനിമകളൊക്കെ നല്ല രീതിയിൽ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു 10-20 മിനിറ്റ് സ്പൂൺ ഫീഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് കുറേ സീക്വൻസുകളൊക്കെ ഉള്ളൊരു സിനിമ വരുന്നത്. അതായത് ഇറ്റ്സ് സിംപ്ലി ഔട്ട്ഡേറ്റഡ് ആണ് ഈ പടം. പക്ഷേ ഇവരുടെ സ്ക്രിപ്റ്റിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വളരെ ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള, അതായത് ഒരു കുറ്റബോധവും ഇല്ലാതെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സ്ത്രീകളുണ്ട്. ഇങ്ങനെ ഒരു ഭയങ്കര ഒരു കോൾ ബ്ലഡഡ് ക്രിമിനൽ എന്നൊക്കെ പറയുന്ന ആ രീതിയിലൊരു സ്ത്രീ കഥാപാത്രത്തെ ഈ എഴുതാനും ബാക്കിയുള്ള സിനിമാക്കാർക്കൊക്കെ പേടിയാണോ മടിയാണോ എന്നറിയില്ല. ഒരു ഭയങ്കര ഡാർക്കായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഈവിൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലുള്ള ഒരു കൊടും ക്രിമിനലായിട്ടുള്ളൊരു സ്ത്രീ കഥാപാത്രം അതൊക്കെ വളരെ അപൂർവമായിട്ടൊക്കെയാണ്. അതായത് ഈ കുറേ കാലങ്ങളായിട്ടൊന്നും കാണുന്നേയില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു കയ്യടി കൊടുക്കാം. കാരണം ഇതുപോലെ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ ഇവർ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്ന ബാബ തസാദുഖ് ഹുസൈൻ, പുള്ളിയുടെ ക്യാമറ വർക്ക് അങ്ങനെ എടുത്ത് പറയത്തൊക്കെ ഒന്നുമില്ല. ഒരു സ്ഥിരം സംഭവങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മളൊരു ഓർമ്മയിൽ നിൽക്കുന്ന പോലുള്ളൊരു ഷോട്ട്സോ കാര്യങ്ങളോ ഒന്നും പുള്ളി ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഈ സിനിമയുടെ എഡിറ്റിംഗ് സൂരജ് ജിയസ് ആണ്. തിരക്കേടില്ല എന്ന് പറയാം. കാരണം ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ ഭയങ്കര ത്രില്ലടിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അതിന് അത്യാവശ്യമായ പുള്ളിയുടെ എഡിറ്റിംഗ് വർക്ക് നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ നിതീഷ് രാമഭദ്രൻ്റെ മ്യൂസിക് ഇതിനകത്തുള്ള ഒരു ഇമോഷണൽ വെയിറ്റേജോ അല്ലെങ്കിൽ ത്രില്ലിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങളോ അങ്ങനെ ഉള്ള രീതിയിലൊന്നും ഈ സിനിമയെ തീരെ സഹായിച്ചിട്ടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഈ സിനിമയുടെ സൗണ്ട് ഡിസൈൻ അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ സൗണ്ട് ഡിസൈൻ ആരാ ചെയ്തതെന്ന് നോക്കിയപ്പോൾ അരുൺ വർമ്മ. സോ ഒബ്വിയസ്ലി അതിൽ വലിയ അത്ഭുതം തോന്നിയിട്ടില്ല. പിന്നെ ഡാൻജോസ് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സൗണ്ട് എന്ന് പറയുന്നൊരു സംഭവം ഈ പടത്തിൽ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൻഷീതൾ ആ കഥാപാത്രം എന്താണോ അത് നല്ല രീതിയിൽ, അതായത് ഞാൻ ഗംഭീര പെർഫോമൻസ് ഒന്നോ അല്ലെങ്കിൽ കയ്യടി അർഹിക്കുന്ന പ്രകടനം അങ്ങനെയൊന്നുമല്ല പറയുന്നത്. ആ കഥാപാത്രം എങ്ങനെയാണോ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ വേണ്ടി ആൻഷീതൾ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ശ്രീകാന്ത് മുരളിയാണ്. ശ്രീകാന്ത് മുരളി നല്ല കട്ട ഓവർ ആക്ടിംഗ് ആണ്. പുള്ളി ആക്ഷൻ ഹീറോ ബിജുവിൽ വന്നപ്പോൾ പുള്ളിയുടെ ആ സ്വാഭാവികമായിട്ടുള്ള അഭിനയം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പണ്ടൊക്കെ ഒരുപാട് ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ വരുമായിരുന്നു ഈ ശ്രീകാന്ത് മുരളിയുടെ ഭയങ്കര ലൈവായിട്ടുള്ള ഒരു റിയാലിറ്റിയൊക്കെ തോന്നിക്കുന്ന പോലുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ സിനിമയിൽ പുള്ളിക്കാരൻ്റെ ഓവർ ആക്ടിങ് കാരണം നമുക്ക് ഈ പടത്തിലെ മെയിൻ സസ്പെൻസൊക്കെ പടം തുടങ്ങി 10 മിനിറ്റിൽ മനസ്സിലാവും. പിന്നെയുള്ളത് മാലാപാർവതിയാണ്. സ്ഥിരം സംഭവമൊക്കെ തന്നെ, അങ്ങനെ എടുത്തു പറയത്തക്ക ഒന്നുമില്ല. പിന്നെയുള്ളത് പ്രശാന്ത് മുരളിയാണ്. പ്രശാന്ത് മുരളി അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഗോപിക മഞ്ജുഷ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഉണ്ട് ഈ പടത്തിൽ. നല്ല ബോറായിരുന്നു അഭിനയിക്കാനായിട്ട്. നല്ല രീതിയിൽ കഷ്ടപ്പെടുന്ന നമുക്ക് എല്ലാ ഫ്രെയിമിലും കാണാം. പിന്നെ സുധീകോപ്പ തിരക്കേടില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. ഹരീഷ് ഉത്തമൻ ഒരു ചെറിയ റോളിൽ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് സൈഡ് ആക്ടേഴ്സൊക്കെ ആയിട്ട് കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ബോറായിരുന്നു. പല അഭിനേതാക്കളുടെയൊക്കെ അഭിനയം കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യുന്ന പോലെയായിരുന്നു.
ഈ സിനിമയുടെ എൻഗേജിങ് ഫാക്ടറെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ താഴെയാണ് ഈ സിനിമയുള്ളൂ. ഭീകര സംഭവങ്ങളോ അല്ലെങ്കിൽ ത്രില്ലോ മൊമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ ടൂ മച്ച് പ്രഡിക്റ്റബിൾ. നമുക്ക് ഒരുപാട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സീക്വൻസ്, പിന്നെ ഈ ക്ലൈമാക്സ് ഒട്ടും ഇമ്പാക്റ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സ്പൂൺ ഫീഡ് ചെയ്യുന്ന വീണ്ടും ഒരു 20 മിനിറ്റ്, അങ്ങനെ എല്ലാം വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരക്കേടില്ലാത്ത ഫസ്റ്റ് ഹാഫും ഒരു മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഇമ്പ്രസീവ് ഒക്കെ ആവാനുള്ള ഒന്നുമില്ല അതിനകത്ത്. അതുപോലുള്ളൊരു സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ, ഇതിൻ്റെ കൊലപാതകം അല്ലെങ്കിൽ ഈ ഡെഡ്ലി ഗെയിംസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ തീമെങ്കിലും അങ്ങനെ ഓവർ വയലൻ്റ് ആയിട്ടുള്ള സീക്വൻസോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ സെൻസർ ബോർഡ് കൊടുത്തിരിക്കുന്ന UA 13+ സർട്ടിഫിക്കറ്റ് ആണ്. പക്ഷേ തീരെ ചെറിയ, അതായത് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളായിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സോ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പോലുള്ള ആ ഒരു മൈൻഡ് ഗെയിം പോലുള്ള അങ്ങനെയുള്ളൊരു സിനിമ, അതുപോലുള്ള ത്രില്ലേഴ്സാണ് ഇതിൻ്റെ ഇൻസ്പിറേഷൻ. പക്ഷേ ഈ സിനിമയിൽ ഈ മുഖം കാണിക്കാതെ ഒരു വോയിസ് ആക്ട് ആണല്ലോ മെയിനായിട്ട് ഇതിനകത്ത് കൊണ്ടത്, ഒരു കമാൻഡിങ്, അതായത് ബിഗ് ബോസ്. ഈ സിനിമയിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ റെഫറൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കമാൻഡിങ് വോയിസ് എന്ന് പറയുന്ന ഈ പടത്തിലില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുഖം മറച്ച് ഈ വോയിസ് കൊണ്ട് മാത്രമുള്ള ഈ ഒരു പെർഫോമൻസ്, അതായത് വോയിസ് ആക്ട് ഇല്ലേ, ആ വോയിസ് ആക്ട് തന്നെ പാളി. അങ്ങനെ വരുമ്പോൾ ഈ പടത്തിന് ജസ്റ്റ് എന്താ പറയുക, നമുക്കൊരു പോലുള്ള ത്രില്ലറുകളൊക്കെ, അതായത് ഇതുപോലുള്ള സിനിമകൾ അധികം കാണാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കൊരു പുതുമയും പിന്നെ ഒരു അത്യാവശ്യം സസ്പെൻസ് എലമെൻസും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഇങ്ങനെ ഒരുപാട് സിനിമകളൊക്കെ ഇതുപോലുള്ള ഈ ജോണറിലോട്ടുള്ള സിനിമകൾ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ പുതുമയൊന്നും തോന്നില്ല. അതാണ് ദ റൈഡ് എന്ന് പറയുന്ന ഈ സിനിമയുടെ അവസ്ഥ. ഇനി ഞാൻ സിനിമയെക്കുറിച്ചല്ല പറയാൻ പോകുന്നത്, സിനിമ കാണാൻ പോയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഇലക്ഷൻ ഡേയുടെ അന്ന് വോട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഫോറം മോളിലാണ് ഞാൻ പടം കാണാൻ വേണ്ടി പോയത്. ഫോറം മോളിലുള്ള PVRൻ്റെ ഓഡി 6-ലായിരുന്നു ഈ പടം. അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓഡി 6 എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് സ്ക്രീനാണ്. ഈ ഫ്ലാറ്റ് സ്ക്രീനിൽ സ്കോപ്പ് റേഷ്യോ പടം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയും. മുകളിലും താഴെയും ബ്ലാക്ക് ബാർസാണ്. അപ്പോൾ ഈ കോണ്ടന്റ് മാനേജ്മെൻറ്റ് രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടം കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിക്ടോറിയ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അപ്പോൾ വിക്ടോറിയ കാണാൻ വേണ്ടി ഞാൻ ചെന്നപ്പോൾ വീണ്ടും കോണ്ടന്റ് മിസ്മാനേജ്മെൻറ്റ്, അതായത് ഒരു ദിവസം തന്നെ 2 പടങ്ങൾക്ക് ഒരു കോണ്ടന്റ് മിസ്മാനേജ്മെൻറ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടല്ല ഇവർ ചാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആസ് എ വ്യൂവർ എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ഒരു 230 രൂപയായിരുന്നു ദ റൈഡ് എന്ന് പറയുന്ന സിനിമയുടെ ടിക്കറ്റ്. നമ്മളത് ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൺവീനിയൻസ് ഫീ എന്ന് പറയുന്നത് എക്സ്ട്രാ കൊടുക്കണം. സോട്ടെ, ഒരു 250 കൂട്ടിക്കോ. 250 രൂപ കൊടുത്ത് ഒരാളൊരു സിനിമ കാണാൻ കയറുമ്പോൾ അത് ഏത് ആസ്പെക്ട് റേഷ്യോയിൽ വന്ന പടമാണോ അത് കറക്റ്റായിട്ട് കാണാനുള്ള ആ ഒരു കാര്യം ആ പ്രേക്ഷകനുണ്ട്. അത് അയാളുടെ റൈറ്റാണ്. ആ റൈറ്റ്സിനാണ് ഇവർ പണി വെക്കുന്നത്. അപ്പോൾ ഈ കോണ്ടന്റ് മിസ്മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പല ആളുകളും ശ്രദ്ധിക്കില്ല. കാര്യം ഒരു ഫ്ലാറ്റ് മൂവി വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്കോപ്പ്, പക്ഷേ PVR ഫോറം മോളിലെ കാര്യം അതല്ല. കാരണം അവിടെ അവർക്ക് ഫ്ലാറ്റ് സ്ക്രീനുണ്ട്, അവർക്ക് സ്കോപ്പ് സ്ക്രീനും ഉണ്ട്. അപ്പോൾ ഈ കറക്റ്റ് ആസ്പെക്ട് റേഷ്യോയിലുള്ള ഒരു പടം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് കറക്റ്റായിട്ട് ഇടാവുന്നതേ ഉള്ളൂ. പക്ഷെ അതാണ് ഇവിടെ നടക്കാത്തത്. എന്ത് പറയാനാണ്, കോണ്ടന്റ് മിസ്മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പലപ്പോഴായിട്ട് പലരും പറയാറുണ്ട്. പക്ഷേ PVR മാത്രം ഇത് കേൾക്കുന്നില്ല. ഇതാണ്. അപ്പോൾ വിക്ടോറിയയുടെ റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരാം.